ശരിക്കും ഒരു കർഷകൻ്റെ ഒക്കെ നട്ടല്ലാണ് ജാതി കൃഷി എന്നൊക്കെ പറഞ്ഞത്. സന്തോഷം നമ്മൾക്ക് നന്നായി കൃഷിയിടത്തിലേക്ക് വരുമ്പോൾ കിട്ടും. പിന്നെ ഫുൾ എൻഗേജ്ഡ് ആണ്. ഈ പേൾ ഗ്രാസിനെ സംബന്ധിച്ചിടത്തോളം നനവ് മെയിൻ്റനൻസ് ഒക്കെ വളരെ കുറവ് മതി. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3-4 ദിവസം നനച്ചില്ലെങ്കിലും പേൾ ഗ്രാസ് ഒന്നും സംഭവിക്കില്ല. മുഴുവൻ ആവശ്യമായ അലങ്കാര പുല്ല് ഇന്ന് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലാണ് എന്ന് നിങ്ങൾക്കറിയാമോ? തൃശ്ശൂർ ജില്ലയിലെ പാണഞ്ചേരി, മാടക്കത്തറ, നടത്തറ മേഖലകളിലാണ് അലങ്കാര പുല്ല് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത്. വളരെ ശാസ്ത്രീയമായി തന്നെ കൃഷി ചെയ്യുന്ന ഒരുപാട് വനിതകൾ ഈ മേഖലയിലുണ്ട്. ആദായകരമാണ്, ചിലവ് കുറവാണ് ഉൽപ്പാദനം, ഒപ്പം തന്നെ നല്ല വിപണി സാധ്യതയും. പേൾ ഗ്രാസ് എന്ന ഇനത്തിൽപ്പെട്ട പുല്ലിനാണ് ഇന്ന് ഏറെ ഡിമാൻഡ്. അപ്പോൾ ഇവ എങ്ങനെയാണ് കൃഷി ചെയ്യുക, എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുക, ഇതിൻ്റെ വിപണി സാധ്യത എന്താണ്? ഒപ്പം വാഴ, തെങ്ങ്, ജാതിക്ക ഇവയൊക്കെ കൃഷി ചെയ്യുന്ന ഒരു ഇടം തൃശ്ശൂർ ജില്ലയിലെ പാണഞ്ചേരി, ചെമ്പൂത്ര. അപ്പോൾ ഇന്നത്തെ ഇന്ത്യൻ വാർത്താ കൃഷിയിടത്തിൽ നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം. സജിത ഒപ്പം രാജേഷ്, ഇവരാണ് ദമ്പതികൾ. ഇവരാണ് വളരെ മനോഹരമായി ഇവിടെ ഈ അലങ്കാര പുല്ല് കൃഷി ചെയ്യുന്നത്. എത്ര വർഷമായി ഈ രീതിയിൽ അലങ്കാര പുല്ല് കൃഷി ചെയ്യുന്നു? എങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞു തുടങ്ങാം. ഒരു 15 വർഷമായി ഞങ്ങളിത് തുടങ്ങിയിട്ട്. ഓക്കെ. ലാഭകരമായിട്ട് കൃഷി ചെയ്യുന്നത് കർഷകരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ടാസ്ക്കാണ്. കാരണം നമുക്ക് ഏത് കൃഷി ചെയ്യായാലും വന്യമൃഗങ്ങളുടെ ശല്യം കാരണം നമുക്ക് വിജയിക്കാറില്ല. ഇപ്പോൾ നമ്മൾ ഈ പ്രദേശത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു നാട്ടിൻ പ്രദേശമാണ്. ഇവിടെയൊക്കെ ഭക്ഷ്യവിളകളായിരുന്നു ഞങ്ങൾ കൃഷി ചെയ്തിരുന്നത്. ഓക്കെ. പക്ഷേ ഈ പുതിയ കാലഘട്ടത്തിൽ ഏത് ഭക്ഷ്യവിളയെ നമ്മൾ കൃഷി ചെയ്യാൻ ശ്രമിച്ചാലും നമുക്കത് ലഭിക്കാറില്ല. കാരണം അത് പന്നി, അതുപോലെ വന്യമൃഗങ്ങൾ വന്ന് നശിപ്പിക്കുക, തിന്നു പോവുക. കർഷകനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രയാസകരമായിട്ടുള്ള കാലഘട്ടമാണ്. അപ്പോൾ ഈ കൃഷിയിടങ്ങൾ വെറുതെ കിടക്കുക അല്ലെങ്കിൽ അത് ഉപയോഗിക്കാതെ കിടക്കുക എന്ന് പറയുമ്പോൾ കർഷകനെ സംബന്ധിച്ചിടത്തോളം വളരെ മാനസിക പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഞങ്ങളുടെ ഓരോ ദിവസം ആരംഭിക്കുന്നത് മണ്ണിലാണ്. അപ്പോൾ ആ മണ്ണിൽ നിന്ന് ഞങ്ങൾ തുടങ്ങിയ ജീവിതമാണ്. അപ്പോൾ മണ്ണ് വെറുതെ കിടക്കുക എന്നുള്ളത് ഭയങ്കര പ്രയാസകരമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് എന്തെങ്കിലും കൃഷി ചെയ്യണം. അപ്പോൾ പിന്നീട് നോക്കിയപ്പോൾ ഏറ്റവും അനുയോജ്യമായത് നോക്കുമ്പോൾ അലങ്കാര പുല്ല് കൃഷി ലാഭകരമായിട്ട് ചെയ്യാവുന്ന ഒരു സംവിധാനമാണ് നിലവിൽ. ഇതിപ്പോൾ എത്ര സ്ഥലത്താണ് നിങ്ങൾ ചെയ്യുന്നത്? അലങ്കാര നമ്മൾ 50 സെൻറ്റ് സ്ഥലത്താണ് ഈ കൃഷി ചെയ്യുന്നത്. എൻ്റെ വൈഫാണ് ചെയ്യുന്നത്. അപ്പോൾ ആ വൈഫിനെ സംബന്ധിച്ചിടത്തോളം ഗ്രാജുവേറ്റഡ് ആണ്. എന്നാലും ഞങ്ങൾ മുൻകാലങ്ങളിൽ ഒരു ജോലിക്കൊക്കെ വേണ്ടി ട്രൈ ചെയ്തപ്പോൾ ആൾ പറഞ്ഞു നമുക്ക് ജോലിയോട് വലിയ താല്പര്യമില്ല. അപ്പോൾ നമുക്ക് കൃഷിയാണ് ആൾക്ക് ട്രെൻഡി ആയിട്ടുള്ള താല്പര്യം. അവരുടെ വീട്ടിലും കൃഷി ചെയ്യുന്നത്. അപ്പോൾ അത് ഇപ്പോൾ ശരിക്കും സജിചേച്ചി ഇവിടെ നനയ്ക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു ഇതൊരു ഭയങ്കര മനസ്സിന് ഭയങ്കര സന്തോഷമാണെന്നല്ലേ? അങ്ങനെ അപ്പോൾ ഫുൾ ടൈം ഒരു ദിവസം എത്ര മണിക്കൂർ ഇവിടെ ചെലവഴിക്കും നമ്മുടെ കൃഷിയിടത്തിൽ? ഏകദേശം പകുതിയിലധികം സമയം ഇവിടെ തന്നെയാണല്ലേ? വെയിലും മഴയൊന്നും വകവയ്ക്കാതെ. ഓക്കെ. പിന്നെ ഇത് ഈ പുല്ലല്ലാതെ നിങ്ങൾക്ക് പിന്നെയും ഉണ്ടല്ലേ ഒരു തോട്ടം കൂടി? ജാതി ഉണ്ട്, അതുപോലെ തന്നെ തെങ്ങ്, പിന്നെ അതുപോലെ തന്നെ വാഴയൊക്കെ ചെയ്യുന്നുണ്ട്. ഏത് സീസണിലാണ് ഈ ഒരു പേൾ ഗ്രാസിന് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത്? സീസൺ എന്ന് പറയുന്നത് ഭൂരിഭാഗം വേനൽക്കാലത്താണ് അത് ഉപയോഗിക്കുന്ന ആൾക്കാർ. അത് വെച്ച് പിടിപ്പിക്കാനുള്ള സമയം അതാണ്. ഓക്കെ. എന്നിട്ട് ഇവർക്ക് ഇങ്ങനെ ഒരു ആഫ്റ്റർ കെയർ ഒക്കെ കൊടുക്കും? അപ്പോൾ വെറുതെ കൊണ്ട് വെച്ചാൽ പോരാ, നനച്ചാൽ പോരാ, അതിന് വളം ചെയ്യണം, അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടോ? അതിന് വളം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. ആവശ്യമായിട്ടുള്ള ആളുകൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കും. ഈ പേൾ ഗ്രാസിനെ സംബന്ധിച്ചിടത്തോളം നനവ് മെയിൻ്റനൻസ് ഒക്കെ വളരെ കുറവ്. അത് വെച്ച് കഴിഞ്ഞാൽ 3-4 ദിവസം നനച്ചില്ലെങ്കിലും പേൾ ഗ്രാസ് ഒന്നും സംഭവിക്കില്ല. പക്ഷെ നേരെ മറിച്ച് കൊറിയൻ ഗ്രാസ് ആണെങ്കിൽ ഒരു ദിവസം നനച്ചില്ലെങ്കിൽ അതിൽ ചെതൽ വന്ന് അത് അടിയിൽ നിന്ന് ചെതൽ വന്ന് പൊന്തി നശിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് ആളുകൾ മുഴുവൻ ഈ ഗ്രാസിനാണ് ഇപ്പോൾ ഡിപ്പെൻഡ് ചെയ്യണത്. പക്ഷേ വിപണന സാധ്യത എന്ന് പറയുന്നത് പണ്ട് ഭയങ്കര ഇത് സീസണബിളാണ്. ഇതിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇതിന് ചില സമയത്ത് കിട്ടാനില്ല, നല്ല മാർക്കറ്റ് റേറ്റ് ഉണ്ട്. ആ സാഹചര്യത്തിലാണ് ആൾക്കാർ ഇത് ഇടിച്ച് കയറുന്നത്. ഇപ്പോൾ ഞങ്ങൾ കൃഷി തുടങ്ങിയിട്ട് 10-12 വർഷത്തോളമായി. അപ്പോൾ അതിനുശേഷം ഒരുപാട് കർഷകർ ഇതിലേക്ക് വന്നിട്ടുണ്ട്. നമുക്കറിയാലോ ലാഭകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് ആൾക്കാർ ഒരുപാട് വരുമല്ലോ. അതാണ് അതിൻ്റെ സാധ്യതയുണ്ട്. ഇപ്പോഴും നല്ല ബിസിനസ് സാധ്യതയുള്ള ഒരു എങ്ങനെ വളർത്താമെന്ന് പറയാം. കൃഷി എന്ന് പറയുന്നത് ഇത് നിരന്ന സ്ഥലത്താണ് കൃഷി ചെയ്യുക. കാരണം വെച്ചാൽ നനയ്ക്കാനുള്ള സൗകര്യം തന്നെയല്ല. നമ്മൾ നനവ് കൊടുക്കുമ്പോൾ വെള്ളം അവിടെ സ്റ്റോറായി നിൽക്കണം. കാരണം ഈ പുല്ലിൻ്റെ വളർച്ച സ്റ്റേജിൽ
വളരെ പ്രധാനപ്പെട്ടതാണ് വെള്ളം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നിരപ്പാക്കും നിരപ്പാക്കിയിട്ട് പിന്നെ അതിൻ്റെ വിത്ത് എന്ന് പറയുന്നത് ഈ പുല്ല് തന്നെയാണ്. ആ പുല്ല് കട്ട് ചെയ്ത് പീസാക്കിയിട്ട് നിരത്തി അതിനകത്ത് കുറേ മണ്ണിടും. ആ മണ്ണ് അതിൻ്റെ മുകളിൽ ഇടുന്നതിൻ്റെ കാരണം അത് വെയിൽ സൂര്യാഘാതത്തിൽ നശിച്ചു പോകാതിരിക്കാനാണ്. എന്നിട്ട് നനയ്ക്കുമ്പോൾ നല്ല രീതിയിൽ അതിൽ വേരും കാര്യങ്ങളൊക്കെ പിടിച്ച് അത് സ്പ്രെഡ് ആവണം. അതായത് ഒരു സ്ക്വയർ ഫീറ്റ് കൊണ്ട് ഒരു 7 സ്ക്വയർ ഫീറ്റ് പുല്ലുണ്ടാക്കാൻ പറ്റും. ഒരു സ്ക്വയർ ഫീറ്റ് കട്ട് ചെയ്തെടുത്താൽ 7 സ്ക്വയർ ഫീറ്റ് നമുക്ക് പ്രൊഡക്ഷൻ ആയിട്ട് വരും. അങ്ങനെയാണ്. എത്ര സമയം എടുക്കും നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാനാവുന്നത്? 45 ദിവസം മുതൽ 60 ദിവസം വരെയാണ് ഈ പേൾ ഗ്രാസിന് വരുന്നത്. നേരെ മറിച്ച് കൊറിയൻ ഗ്രാസിന് വരുന്നത് 2 മാസം മുതൽ 3 മാസം വരെയുള്ള സമയത്തായിരുന്നു. ഇത് വളരെ കുറച്ച് കാലഘട്ടം വേണ്ടു. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിന് നമ്മൾ വളവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിനനുസരിച്ച് പെട്ടെന്ന് സ്പ്രെഡായി ഫുൾ കവറായിട്ട് നല്ല പച്ചപ്പായിട്ട് നിൽക്കും അല്ലേ? ഇപ്പോൾ ഒരു ഭാഗം മുഴുവൻ പാകമായിട്ട് നിൽക്കുകയാണ്. ഒരു സ്ഥലത്ത് നമ്മൾ ഇട്ടതാണ്, ഒരു സ്ഥലത്ത് ഇപ്പം ഇട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പല സ്റ്റേജസ് നിർത്തും. അതായത് നമ്മൾ ഇത് എപ്പോൾ ആവശ്യം വന്നാലും നമുക്ക് കൊടുക്കാണ്ടാവണം. അതാണ് അതിൻ്റെ ഒരു ഇത്. നമ്മുടെ അടുത്തേക്ക് ഒരു കസ്റ്റമർ ഗ്രാസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അടുത്ത് ഇല്ല എന്ന് പറഞ്ഞാൽ അറിയാലോ, കോമ്പറ്റീറ്ററാണ്. അപ്പോൾ നമുക്ക് സ്ഥിരമായി നമ്മുടെ നിന്ന് എടുക്കുന്ന ആളുകൾ, അപ്പോൾ അവർക്ക് നമുക്ക് ആവശ്യമായുള്ള സമയത്ത് കൊടുക്കണം. അപ്പോൾ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്ഥലത്ത് ഇടുന്നതോടൊപ്പം തന്നെ വെട്ടി പോകുന്നതോടൊപ്പം തന്നെ ഇട്ടുകൊണ്ടിരിക്കും. അങ്ങനെയാണ്. റേറ്റ് ഒക്കെ എങ്ങനെയാണ് അതിൻ്റെ വരുന്നത്? റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കത് ഫിക്സഡ് ആയിട്ട് ഒരു ദിവസം പറയാൻ പറ്റില്ല. കാരണം ഡിമാൻഡ് അനുസരിച്ച് 18 രൂപ സ്ക്വയർ ഫീറ്റിന് വരുന്ന ഒരു കാലഘട്ടമുണ്ട്. അപ്പം 10 രൂപയിലേക്ക് വരുന്ന സമയങ്ങളുണ്ട്. അത് 12 രൂപ അങ്ങനെയൊക്കെ വരുന്ന സമയങ്ങളുണ്ട്. ഇപ്പം നിലവിൽ 12 രൂപയുള്ള സ്ക്വയർ ഫീറ്റ് നമുക്ക് വെട്ടി നമ്മൾ ലോഡ് ചെയ്ത് കൊടുക്കുന്നത് 12 രൂപയ്ക്കാണ്. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ മാറാം. കൃഷിയിലേക്ക് ഒരു വനിത ഇറങ്ങുമ്പോൾ എന്തെങ്കിലും വെല്ലുവിളി ഉണ്ടായിട്ടോ അല്ലെങ്കിൽ ഇത് പോസിറ്റീവായിട്ടാണോ വന്നത്? എന്താ പറയാനുള്ളത്? പോസിറ്റീവായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. സന്തോഷം നമ്മൾക്ക് നന്നായി കൃഷിയിടത്തിലേക്ക് വരുമ്പോൾ കിട്ടും. പിന്നെ ഫുൾ എൻഗേജ്ഡ് ആണ്. അപ്പോൾ ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷമാണ്. പിന്നെ നമ്മുടെ വരുമാനം നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ചെയ്യാം അല്ലേ? നമുക്ക് ടൈം നമ്മുടെ കൃഷിയിടമാണ്, നമ്മുടെ കൃഷിയാണ്. അപ്പോൾ അതിൽ എത്ര സമയം നമ്മൾ ചെലവഴിക്കുന്നോ അത്രത്തോളം നമ്മൾക്ക് എന്നെ സംബന്ധിച്ച് നല്ല സന്തോഷത്തിനും അതൊരു മാർഗമായിട്ടാണ് ഞാൻ കാണുന്നത്. എന്താ പേര് ഇതിന്റെ? നമ്മുടെ ബ്രാൻഡിന്റെ പേര് എന്താ? അങ്ങനെ ഗ്രാസ് ഹൗസ്. അപ്പോൾ ഫേസ്ബുക്കിൽ ഗ്രാസ് ഹൗസ് എന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. നമ്മുടെ പേജിലെത്താം. വേണ്ടവർക്ക് ഓൺലൈനിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമ്പർ നമുക്ക് കൊടുക്കാം. നമ്മുടെ നമ്പർ കൊടുക്കാറുണ്ട്. അതെ. ഗ്രാസ് ഹൗസ് എന്നാണ്, ടീം ഗ്രാസ് ഹൗസ് എന്നാണ് ഇതിൻ്റെ പേര്. ഇപ്പോൾ നമ്മൾ ശരിക്കും ഇപ്പം പണ്ടൊക്കെ നമ്മൾ ഒരുപാട് ഇത് പരസ്യങ്ങൾ ചെയ്തിരുന്നു. ഇപ്പോൾ സത്യത്തിൽ പരസ്യത്തിൻ്റെ ആവശ്യമില്ല. അല്ലാതെ തന്നെ ആളുകൾ അന്വേഷിച്ച് വരുന്നുണ്ട്. നമുക്ക് കൃഷി ഇത് നല്ല നിലവാരത്തിലുള്ള ഗ്രാസാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അതുകൊണ്ട് മേടിച്ച് പോയവർ പിന്നെയും ഞങ്ങൾ അന്വേഷിച്ച് വരാറുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഹാപ്പി ആയിട്ട് പോകുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ജാതിക്ക് നല്ല ഡിമാൻഡ് ഉള്ളതല്ലേ? ജാതി ശരിക്കും പറഞ്ഞാൽ ജാതിയൊക്കെ എന്ന് പറഞ്ഞൊരു ശരിക്കും ഒരു കർഷകൻ്റെ ഒക്കെ നട്ടല്ലാണ് ജാതി കൃഷി എന്നൊക്കെ പറഞ്ഞാൽ. ഇതുപോലെയൊന്നുമല്ല. ഇതെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, സീസൺഡ് അൺസീസൺഡ് ഇതൊക്കെ ഉണ്ട്. ഇപ്പോൾ ജാതി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ജാതിക്ക് ഒരു വരുമാനം, ഒരു ജാതിയിൽ നിന്ന് നമുക്ക് ഒരു നല്ല ഗുണനിലവാരമുള്ള വിളവുള്ള ഒരു ജാതിയിൽ നിന്ന് ഒരു വർഷത്തിൽ 10,000 രൂപ കിട്ടും. ഒരു വർഷത്തിൽ 10,000 രൂപ നമുക്ക് വരുമാനമുണ്ട്. ഇപ്പോൾ ജാതിപത്രിയൊക്കെ ഒരു കിലോന് 1450 രൂപയോളം വിലയുണ്ട്, ഒരു കിലോ ജാതിപത്രി. അപ്പോൾ ജാതിക്കാക്കി 400 രൂപ 300 രൂപയൊക്കെ, ഏറ്റവും കുറഞ്ഞ സമയത്ത് 250 രൂപയുണ്ട് ജാതിക്കാക്കിയിട്ടാണ്. അപ്പോൾ അത് കൊണ്ടുകൊടുത്താറുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സാധാരണ ഞങ്ങളെപ്പോലെ ഒരു കുടുംബത്തിന് ജീവിക്കാനായിട്ട് ഒരു 10 ജാതി മതി, സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. അങ്ങനെ ജാതി നല്ലൊരു കൃഷിയാണ്, അത് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. നമുക്കൊരു 22 ജാതിയുണ്ട്, അതിലൊരു 10-12 അപ്പോൾ കാച്ച് വരുമാനമായിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും മാതൃകയാക്കാവുന്നതാണ്. വളരെ വിശദമായി തന്നെ രാജേഷേട്ടനും സജിത ചേച്ചിയൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. അപ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം. ഇപ്പോൾ പുല്ല് വേണമെങ്കിൽ വിത്തൊക്കെ നിങ്ങൾ കൊടുക്കുമോ? എല്ലാം കൊടുക്കും. എങ്ങനെയത് ചെയ്യാന്നൊക്കെ അത്തരം നിർദ്ദേശങ്ങളൊക്കെ ഇവർ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നതാണ്. വാർത്താ കൃഷിയിടത്തിൽ നമ്മളിന്ന് പരിചയപ്പെട്ടത് തൃശ്ശൂർ ജില്ലയിലെ പാണഞ്ചേരി ചെമ്പൂത്രയിലുള്ള അലങ്കാര പുൽകൃഷി, ഒപ്പം ഇതുപോലെ ജാതിക്ക,
വാഴ, തെങ്ങ് ഒക്കെ കൃഷി ചെയ്യുന്ന ഇടമാണ്. ഇതുപോലെ ഒരു 10 ജാതിമരം ഉണ്ടെങ്കിൽ ഒരു കുടുംബം കഴിഞ്ഞു പോകാം എന്നാണ് രാജേഷ് ഏട്ടൻ സാക്ഷ്യപ്പെടുത്തുന്നത്. ഒരു സർക്കാർ ജീവനക്കാരനായിരുന്നിട്ട് പോലും ഒഴിവ് സമയങ്ങൾ ഇതുപോലെ കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നത് മാതൃകാപരമാണ് അല്ലേ? എന്തായാലും നിങ്ങൾക്ക് ഇത്തരത്തിൽ പേൾ ഗ്രാസ് ഇനത്തിൽപ്പെട്ട പുല്ല് ആവശ്യമുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ മനോഹരമായ രീതിയിൽ നിങ്ങളുടെ വീട്ടിലോ റിസോർട്ടിലോ ഒക്കെ ഗാർഡനും ഇവർ സെറ്റ് ചെയ്തു തരും. അപ്പോൾ ഈ ഒരു സൗകര്യം എല്ലാവരും ഉപയോഗപ്പെടുത്തുക. ഇതുപോലെ വ്യത്യസ്തമായ മറ്റൊരു കൃഷിയുടെ കാഴ്ചയുമായി വീണ്ടും കാണാം. നമസ്കാരം.